ടി.എസ്. കനാലിന് കുറുകെയുള്ള പഴക്കമേറിയ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. കനാലിന്റെ താഴ്ഭാഗത്തുകൂടി പൈപ്പ് കടത്തിവിട്ട് നിർമ്മാണം നടത്താനാണ് ആലോചന. ഇതിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു. കഴിയുന്നത്ര വേഗം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് വാട്ടർ അതോറിറ്റിയും എം.എൽ.എയും അറിയിച്ചു. ദേശീയപാതയ്ക്ക് സമാന്തരമായി ചവറ പാലത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന പ്രധാന പൈപ്പ് ലൈൻ കഴിഞ്ഞ ദിവസമാണ് തകർന്നു വീണത്. പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്നതുവരെ താൽക്കാലികമായി ജലപാതയ്ക്ക് അടിയിലൂടെ HDP പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ജല അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. യുദ്ധകാല അടിസ്ഥാനത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അധികൃതരുടെ അനാസ്ഥയാണ് പൈപ്പ് ലൈൻ തകർന്നു വീഴാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം.എൽ.എ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായി അദ്ദേഹം വ്യക്തമാക്കി. പമ്പിംഗ് പൂർണ്ണമായിട്ട് നിന്നിരിക്കുകയാണ്. നീണ്ടകര പഞ്ചായത്തിലും അതുപോലെ കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള പമ്പിംഗ് നിന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടിയന്തരമായിട്ട് തന്നെ ഇതിൻ്റെ പുനഃപ്രവർത്തനങ്ങൾ അതിൻ്റെ പുനരുദ്ധാരണം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് HD പൈപ്പുകൾ രണ്ട് സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കായലിൻ്റെ അടിത്തട്ടിലൂടെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള പെർമിഷൻ നാഷണൽ വാട്ടർ അതോറിറ്റിയുടെയാണ്, ഇതിൻ്റെ വാട്ടർ ബേസിൻ്റെതാണ്. അപ്പോൾ അവരോട് തന്നെ സംസാരിക്കുകയുണ്ടായി. ഔദ്യോഗികമായിട്ടുള്ള കത്ത് ഇന്ന് അവർക്ക് ചെല്ലും. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർമിഷൻ എടുത്താണ് ഈ കനാലിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ഇടാനായിട്ടുള്ളത്. ശാസ്താംകോട്ടയിൽ നിന്നും കൊല്ലം നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്രധാന പൈപ്പായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ തകർന്നത്. മൈൽഡ് സ്റ്റീൽ പൈപ്പ് കടത്തിവിടുന്ന ഇരുമ്പ് കവചം കാലപ്പഴക്കത്താൽ ഒടിഞ്ഞു വീഴുകയായിരുന്നു. ടി.എസ്. കനാലിന്റെ ഇരുകരകളിലും ഉയരത്തിൽ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചാണ് പൈപ്പ് കടത്തിവിട്ടിരുന്നത്. ഇരുമ്പ് കവചം തകർന്നതിനൊപ്പം ഒരു വശത്തെ പൈപ്പും വേർപെട്ട് ജലപാതയിൽ പതിക്കുകയായിരുന്നു. ചവറ പാലത്തിന് തെക്കുഭാഗത്തെ പ്രിമോ പൈപ്പ് മാറ്റി 19 വർഷം മുമ്പാണ് നിലവിലെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. 19 മീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ താങ്ങി നിർത്തിയത് ഇരുമ്പ് കവചവും കോൺക്രീറ്റ് തൂണുകളും മാത്രമായിരുന്നു. പ്രതിദിനം 320 ലക്ഷം ലിറ്റർ ജലമാണ് പൈപ്പ് ലൈൻ വഴി കൊല്ലത്തേക്ക് എത്തിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ, നീണ്ടകര, ചവറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ശുദ്ധജല വിതരണമാണ് പൂർണ്ണമായി തടസ്സപ്പെട്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്ന് ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൈപ്പ് ഇവിടെ എത്തും. പക്ഷേ ഇത് HDP പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വെള്ളത്തിലൂടെ ഇടുന്നതായതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രഷർ ടെസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് ചെയ്തിട്ടാണ് നമുക്കിത് ഇറക്കാൻ പറ്റുക. മാക്സിമം ഒരു 7 ദിവസത്തിനുള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാമെന്നുള്ളൊരു പ്ലാനിംഗ് ആണ് ഉള്ളത്. അതിന് മുമ്പേ തന്നെ എന്തായാലും നമ്മളിതൊരു 5 ദിവസത്തിനും 7 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷൻ ഏരിയയിലും ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ എഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ഇതിലാണ്. നമ്മളെ ജനങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. പൈപ്പ് ലൈൻ നന്നാക്കാൻ MLA ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉണ്ടായതായി ഡയറക്ടർ ബോർഡ് അംഗം ഉഷാലയം ശിവരാജനും പറഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് ഇവിടെ 7 ദിവസത്തിനകം പറഞ്ഞെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം സുഭിക്ഷമായിട്ട് ജനങ്ങളിൽ എത്തിക്കാനുള്ള കർമ്മ പരിപാടിയാണ് വാട്ടർ അതോറിറ്റി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്രുതഗതിയിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് താൽക്കാലികമായി വെള്ളം എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.